ഹായ് നമസ്കാരം, ഞാൻ ജിനേഷ് ചിത്രമ്പള്ളി. എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് പാലക്കാട് മണ്ണാർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടുന്ന് ഞങ്ങൾക്ക് നേരെ അട്ടപ്പാടി ജെല്ലിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് അവിടെ ഒരു ചെറിയൊരു സ്ഥലത്തിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള പരിപാടിയിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ മണ്ണാർക്കാട് നമ്മൾ PWD റെസ്റ്റ് ഹൗസിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ആണ് ഇപ്പൊ നമ്മള് ഗൂഗിൾ മാപ്പ് വഴി നോക്കുമ്പോൾ കാണുന്നത്. ആയടാ ചെറുക്ക. അപ്പൊ അങ്ങോട്ടുള്ള യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളാണ്, പോണ വഴിയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം നമുക്ക് അല്ലേ. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, എല്ലാരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത്. പിന്നെ ഫേസ്ബുക്കിൽ നമ്മളെ വീഡിയോ കാണാൻ എല്ലാരും നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാ. അപ്പൊ നമുക്ക് ഇങ്ങനെ മെല്ലെ ഒന്ന് പോയി നോക്കാം അല്ലെ. പോവാ, ഞാൻ ആദ്യമായിട്ട് പോവാ. അട്ടപ്പാടി ഞാൻ ആദ്യമായിട്ട് പോവുകയാണ്. ഞാൻ അത്രയും കാലമായിട്ട് ഞാൻ പോയിട്ടില്ല. മണ്ണാർക്കാടൊക്കെ വരുന്നതാണ്, പക്ഷെ അട്ടപ്പാടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സംഭവം എങ്ങനെയാണെന്നുള്ള അല്ലെ, എന്തൊക്കെ ഞാൻ മണ്ണാർക്കാടും കണ്ടിട്ടില്ലായിരുന്നില്ലേ. അപ്പൊ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് വഴിയെ നോക്കി പോവാം. പോവാം. ചോരമൊക്കെ ഉണ്ടെന്നാണ്. ചൊരമാണോ? ചോരമൊക്കെ ഉണ്ടെന്നാ പറഞ്ഞു. പോയി നോക്കാം. പോവാ നമുക്ക്. പോടാ. അപ്പൊ രാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ചായ ഒന്നും കുടിച്ചിട്ടില്ല അല്ലേ. ഇനി പോണ വഴിക്ക് ചായ ഒക്കെ കുടിക്കണം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്തിയിട്ട് ചായ കുടിക്കണം. പോവാ നമുക്ക്. അപ്പൊ നമുക്ക് പോവാ. ഇതെന്താ പൊട്ടം കളിക്കുന്നത്? ആ കളിക്കാ. ഇത് ഞങ്ങളെ കുട്ടാപ്പ മോനാണ് ചിന്നു. ചിന്നു. ഇത് ഞങ്ങളുടെ ചിന്നു ആണ്. ചിന്നു. അത് ഞങ്ങളെ മിന്നു. പോവാ നമുക്ക്. 270 കിലോമീറ്റർ ഇപ്പൊ നമ്മള് ഓടി ഇതുവരെ ഇന്നലെ മുതൽ. സമയം 8:10. 7 മണിക്കൂർ ഇന്നലെ നമ്മള് കാസർഗോഡ് നിന്ന് മണ്ണാർക്കാട് വരെ വരാനെടുത്ത്. അപ്പൊ നമ്മളെ റെസ്റ്റ് ഹൗസിൽ നിന്ന് ഇങ്ങനെ പോവാ. നമ്മള് അവിടെയാണ് അതിന്റെ ഓഫീസും കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് പോവല്ലേ ഗായ്സ്. ഗൂഗിൾ മാപ്പ് നോക്കിട്ടാ പോണേ നമ്മള്. ഗൂഗിൾ മാപ്പ് നോക്കിട്ട് ജെല്ലിപ്പാറ 30 കിലോമീറ്റർ ഉണ്ട്. ഇത് ചുരമാണ്. ഈ വളവ് ഇങ്ങനെ ഉണ്ട്. വളവ് മുക്കാലി. പോയി നോക്കല്ലേ. പോകാൻ നമുക്ക് സമയം കളയണ്ട. ഇത് നമ്മൾ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെയാണ് നമ്മളെ. ഇത് ഹോസ്പിറ്റലാണോ? ഇത് ഹോസ്പിറ്റല്. ഓക്കെ, നമ്മൾ എവിടേക്കാണ് പോകുന്നത്? നമ്മൾ മണ്ണാർക്കാടിലേക്കാണ് പോകുന്നത്. ബസ്സുകളൊക്കെ ഉണ്ടല്ലോ രാവിലെ തന്നെ. ഇഷ്ടംപോലെ ബസ് ഉണ്ട്. കോങ്ങാട്, പാലക്കാട്, പുലാപ്പറ്റ. മണ്ണാർക്കാട് അല്ല വലിയ ടൗൺ അല്ലേ. ആരാ വിളിച്ചത്? ഇതാണ് മണ്ണാർക്കാട് ടൗണ്. കണ്ടോ ബസ്സുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നു. കോഴിക്കോടിന്, മേലാറ്റൂര്, ആനക്കട്ടി, സൈലന്റ് വാലി. ഞാൻ ഈ റോഡിന് നേരെ പോയിട്ടുണ്ട് പാലക്കാടിന്, പക്ഷെ ഈ റോഡിന് ഞാൻ ഇതുവരെ പോയിട്ടില്ല. എന്റെ കൊറേ കാലത്തെ ഒരു ആഗ്രഹമാണ് സൈലന്റ് വാലി കാണുന്നത്. അയാൾ പറഞ്ഞ പോലെ മേലെ മഴ കേട്ടോ. ആ മലയിലാണ്ട് അങ്ങ് മഞ്ഞ് കോട മൂടിയ പോലെ കിടക്കണം. മഴ കാണാവല്ലേ അവിടെ. എന്നോട് പറഞ്ഞ രാവിലെ വരണം പറഞ്ഞതാണ്. ചെലപ്പോ മഴ ഉണ്ടാവും. റോഡ് കുറച്ച് മോശമാണല്ലോ. ആ മല കാരണം. ആ മല കണ്ടോ? ആ മല അക്കോ CCTV അല്ല, ക്യാമറ കാണുമ്പോ പറയണട്ടോ. അത് സീറ്റ് ബെൽറ്റ് ഇടാത്ത, ഹെൽമെറ്റ് ഇടാത്തൊക്കെ വരുമ്പോ ആരുടെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് അവിടെ. സീറ്റ് ബെൽറ്റ് ഇടാത്തൊക്കെ പോകുമ്പോ ഫൈൻ അടച്ചു വെക്കും. ഇനി നമുക്ക് ഏകദേശം ഒരു എത്ര 100-300 കിലോമീറ്റർ ഇന്ന് ഓടേണ്ടി വരും. ചിലപ്പോ 500 കിലോമീറ്ററിൽ ഓടേണ്ടി വരും. ഇന്നിപ്പോ ഇവിടുന്ന് വീഡിയോ എടുത്തിട്ട് നേരെ പോണ്ടേ. നമ്മളെ വണ്ടിയിൽ മെല്ലെ പോകുമ്പോഴേ വീഡിയോ എടുക്കാൻ സുഖമുള്ളൂ. കപ്പയൊക്കെ ഉണ്ടല്ലോ അവിടെ. തൂക്കി വെക്കുണ്ടോ? ഇവിടുത്തെ സ്ഥലപ്പേരൊന്നും അറിയല. റോഡ് സൈഡിനൊക്കെ വീടുകളുണ്ട് ഇതിലെ. പഴയ ഒരു വീട്. വേസ്റ്റ് കൊണ്ടുവന്ന് കൂട്ടിട്ടതവിടെ. വീടുകളൊക്കെ നല്ല നല്ല വലിയ വലിയ വീടുകളിലെ. നല്ല സ്ഥലല്ലേ. അങ്ങാ കാണുന്ന കുന്നിന്റെ മേലേക്കാണോ നമുക്ക് പോണ്ടേ? ഇവിടുത്തെ വഴിയിലെ പാലക്കാട് ഭയങ്കര രസമുള്ള നല്ല എന്താ പറയാ അടിപൊളി സ്ഥലല്ലേ. നല്ല രസമുണ്ടല്ലേ മരങ്ങൾക്കിടയിൽ കൂടെ ഇങ്ങനെ പോണത്. കൊടയൊക്കെ എടുത്തില്ലേ?
കൊടയൊക്കെ ഉണ്ട്. അങ്ങ് മല കാണുന്നുണ്ട്. അത് കരിമ്പ് കരിമ്പ് കരിമ്പൊക്കെയാണോ അവിടുത്തെ മെയിൻ കൃഷി? ആണ് തോന്നുന്നുണ്ട് അല്ലേ? കൊറേ പണ്ട് നട്ട മരങ്ങളായിരിക്കും ഇതൊക്കെ. നല്ല അടിപൊളിയല്ലേ? തെങ്കര നല്ല സ്ഥലപ്പേരല്ലേ? ഔ എന്ത് രസോ. മറ്റേ നമ്മളാ ഒരു ഇതില്ലേ കർണാടകയിൽ നമ്മള് പൽത്തങ്ങാടിന്ന് കാണുന്ന ഒരു പാറ ഉണ്ടല്ലോ, ഗഡായിക്കൽ, അതേപോലെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. നമ്മളിങ്ങനെ ഒരു താഴ്വാരത്ത് കൂടെ പോണതല്ലേ? എത്രങ്ങാനും വലിയ പാറലാന്ന് നോക്കി. എന്റെ ദൈവമേ, ഞാൻ പോലാട്ടാ. നിങ്ങള് പോവാൻ പറഞ്ഞാലും വളവിന് ഞാൻ പോല. കൈ കാണിച്ചോ? മല ഇങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ടോ? മല അടുത്തടുത്ത് ഇങ്ങനെ കാണുന്നുണ്ട്. മല കയറി നമ്മള് മുകളിലെത്തണം അല്ലേ? ആയിരിക്കും. എടാ നോക്കടാ, നല്ല വാവാണല്ലേടാ. എന്താടാ നീ ചുരം കയറാൻ പോയിട്ടുണ്ടോ ഇതുവരെയായിട്ട്? പിന്നെ നമ്മള് ഇടുക്കിയിലൊക്കെ പോയിട്ടില്ലേ, വാഗമണ്ണില്. അപ്പൊ 6 അടുത്തടുത്ത് വരുന്നേ. ചുരം കയറാൻ തുടങ്ങിയോ? നമുക്ക് നോക്കിയാലൊക്കെ വീടുകളുണ്ടല്ലേ. ഇങ്ങനെ മരങ്ങൾക്കിടയിൽ കൂടെ ഇങ്ങനെ പോവാണ് നമ്മള്. ചുരം കയറുകയാണ്. ചുരം റൂട്ടൊന്നും എന്താണെന്ന് ഒരു പിടുത്തല്ലേ നമുക്ക്. ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് ചുരം കയറി വരുന്നത്. അപ്പുറത്തെ അതെ റബ്ബർ ഇട്ടോ. നമ്മള് പോട്ടൊക്കെ റബ്ബർ ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് ഇട്ടുണ്ട്. വളഞ്ഞ് വളഞ്ഞിങ്ങനെ പോകാൻ തുടങ്ങി. ഇപ്പൊ നമ്മള് വളവും തിരിവൊക്കെ ആയി. ചുരം കയറാൻ തുടങ്ങും തോന്നുന്നു. വളരെ അടുത്തെത്തി നമ്മള് ചുരത്തിന്റെ. ബസ്സൊക്കെ പോകണ്ടല്ലോ. ആനമൂളി ആനമൂളി അവിടെ നല്ലൊരു ചർച്ച. അവിടെ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ. ഫോറസ്റ്റ് ഏരിയ ആണോ? ആനയൊക്കെ ഉണ്ട് കേട്ടോ. അകളി ഗ്രാമപഞ്ചായത്തിലോട്ട് അപ്പൊ നമ്മള് കയറിയേക്കുന്നത്. ആനയും കാട്ടുപോത്തും ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. കണ്ടോ അമ്മ നേരത്തെ കണ്ടത്. നമ്മള് ചുരം കയറാൻ തുടങ്ങി ഗായ്സ്. എടാ കിച്ച, എടാ നമ്മള് ചുരം കയറാൻ തുടങ്ങിട്ടോ. ആനേന്റെ ബോർഡല്ല, ആന ഇറങ്ങുന്ന സ്ഥലമാണ്, സൂക്ഷിച്ചു പോവുക. അതിനുള്ള ഒരു സൈൻ ബോർഡാണത്. അതിലൊക്കെ ഏതാണ്ടൊക്കെ കൃഷികളൊക്കെ കാണുന്നുണ്ടല്ലേ സൈഡ്. മില്ലറ്റ് ഗ്രാമത്തിലേക്ക് സ്വാഗതം പറഞ്ഞു. എന്താണ് ആ ഒരു ബോർഡ് കണ്ട്? സൈലന്റ് വാലിയിലോട്ട് ഉള്ളത്. കൊക്കയിലോട്ടാണ് ചെന്ന് ചാടന്. കൊക്കയാണോ ഒന്നുണ്ടല്ലേ അങ്ങോട്ട്? നല്ല രസമുണ്ടല്ലേ സ്ഥലമൊക്കെ കാണാൻ. റോഡ് ചെറുതായി വരികയാണോ? ചെറിയ റോഡ്, ഫുള്ള് കാടാണ് കേട്ടോ. AC ഓഫ് ആക്കാം നമുക്ക്. ആന ഉണ്ടാവോ? ആന ഉണ്ടാവും, അത്ര തന്നെ. പേടിയുണ്ടോ? ഫുള്ള് വളവാണല്ലോ. വളവും തിരിവും മാപ്പില് കാണിച്ച അതേപോലെ തന്നെ അല്ലേ? നല്ല രസമുണ്ടല്ലേ കാട്ടിക്കൂടെ അങ്ങനെ പോകാൻ. ആന ഇന്ന് റോട്ടിലൊന്നും ഉണ്ടാവില്ല. ആനൊക്കെ രാത്രി ഉണ്ടാവുള്ളൂ. ഇപ്പൊ രാവിലെ വീട്ടിൽ പോയിട്ടുണ്ടാവും എല്ലാരും. പകലൊരു വീട്ടിലാ. ഞങ്ങക്ക് ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങക്ക് പാലക്കാട് പോയിട്ടൊരു വീഡിയോ എടുക്കാനുണ്ട്. നല്ല രസം. അടിപൊളി വണ്ടി പോണാണ്ടാ. പോലീസ് നിർത്തിയിട്ടാണ് ഇന്നോവ ഇറക്കിയത്. ഇവിടെ നിർത്താൻ പറ്റൂലായിരിക്കും അല്ലേ? നിർത്താൻ പറ്റൂല, ചെറിയ റോഡല്ലേ. പാറ അതിന്റെ ചോട്ടിലെത്തിപ്പോ നമ്മള് മലയുടെ മണ്ടക്കെത്തി. കുട്ടിക്കാനമാരത്തെ ഒരു ഗാനമാണോ അത് അല്ലേ? ജല്ലിപ്പാറയിലോട്ടാ പോണേ. ജല്ലിപ്പാറ കാട്ടിലെ രാജാവാരാടാ?
അപ്പൊ ഇച്ചിരി നേരത്തെ നീ വേറെ ഏതാണല്ലോ പറഞ്ഞത്? ഓന് സിംഹം എന്ന് പറയാനറിയില്ല. സിംബം ഇരിക്കുന്നു. സിംബം കിച്ചൂച്ചിയും ലച്ചൂച്ചി. ചേട്ടായിയെ നല്ല രസമുണ്ടല്ലേ അതില് പോകുമ്പോ? അടിപൊളിയാ. ഫുള്ള് വളവും തിരിവായോണ്ട് വണ്ടി ഓടിക്കുമ്പോ ഗതികേടുണ്ടോ? എന്ത് ഗതികേട്, കൊറേ ഓവർടേക്ക് ചെയ്യാൻ അങ്ങനെ ആരും വരില്ല അല്ലേ? കൊറേ തിരിക്കണം എന്നല്ലേ ഉള്ളു സ്റ്റിയറിങ്. വണ്ടി ഇങ്ങനെ തുള്ളി തുള്ളി പോണോണ്ട് ഇതിങ്ങനെ പിടിക്കുമ്പോ ഇങ്ങനെ ഷെയ്ക്കാണ്. ജിമ്പലെടുത്തോ? ജിമ്പലാകുമ്പോ കറന്നൊക്കെ ഇറങ്ങൂലേ? എന്തൊരു വലുതാലേ ഈ ലോറി. നമുക്കൊരു സൈഡ് പോയാലോണേ? ലോറിയിലോ? നമുക്ക് ശ്രീനാഥിനോട് വിളിക്കാം. ശ്രീനാഥിന്റെ ലോറി ഉണ്ടോ കേട്ടോ, നമുക്ക് ഒരു ദിവസം ട്രിപ്പില് പോണടുത്ത് പോവാ. കോയമ്പത്തൂര് പോവുക. ഞങ്ങളെ എവിടേക്കും റെഡിയാണ്. ഞങ്ങളടുത്ത് 2-3 കൂട്ടം ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങളെ എവിടേക്ക് പോകാനും റെഡിയാണ്. വണ്ടികളൊക്കെ ഇഷ്ടം പോലുണ്ട്. ബൊലേറോ ചുവന്ന കളറിലെ രസമല്ല. അവിടെ ബസ് കയറി പോന്നുണ്ടോ? KSRTC ഇങ്ങനെ അതേപോലെ പോണ നല്ല രസല്ലേ? വാവ്. അഖളി ഗ്രാമപഞ്ചായത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ചെറിയൊരു കാട്ടരുവി. ഭവാനി ഫോറസ്റ്റ് റേഞ്ച്. ഭവാനിയോ? ഇനി തിരിച്ചു വരുമ്പോ നമ്മള് പെട്ടെന്ന് എത്തും. ഇപ്പൊ അങ്ങോട്ട് ഇങ്ങനെ കയറ്റല്ല, ഇങ്ങനെ കറങ്ങി കറങ്ങി പോകല്ലേ. തിരിച്ചു വരുമ്പോ നമ്മള് ഒരൊറ്റ പോക്കേക്കും. എന്ത് രസമുള്ള കാലാവസ്ഥ. മൊത്തം ഇന്ത്യ മൊത്തം കറക്കണം നമുക്ക്. ചെക്ക് പോസ്റ്റാ അഖളി ചെക്ക് പോസ്റ്റിലാണ് നമ്മള്. സാറ് നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്. അതെ, സ്കൂൾ പിള്ളേര് അവിടെ ഇങ്ങാണ്ട് സ്കൂളുണ്ട് തോന്നണല്ലേ? ബസ്സിന് കാത്തുക്കായിരിക്കും ചെലപ്പോ. എന്താന്നാവോ, എല്ലാരും കോട്ടൊക്കെ ഇട്ടാണല്ലോ നടക്കുന്നത്. തണുപ്പ്. അങ്ങനെ നമ്മള് ചെറിയ ടൗണിക്ക് എത്തിപ്പോ, മലേന്റെ മണ്ടയ്ക്ക്. എവിടെ എത്തിയാവോ സ്ഥലം? ദാനക്കട്ടി മണ്ണാർക്കാട് മുക്കാലി ബ്രാഞ്ചോ? നേരെ തന്നെ പോകണ്ട. മുക്കാലി ബ്രാഞ്ച്. മുക്കാലി. ഓ, മല കഴിഞ്ഞില്ലേ കുന്ന്? ഞാൻ വിചാരിച്ച് നമ്മള് ടോപ്പിലെത്തിന്ന്. നമ്മളിപ്പോ ടോപ്പിലെത്തി കഴിഞ്ഞപ്പോ നല്ല നിരപ്പായ സ്ഥലമായില്ലേ? ഇപ്പൊ ഇവിടെ എത്തിയപ്പോ ഇവിടെ ഉണ്ട് എല്ലാവർക്കും കവുങ്ങും തെങ്ങൊക്കെ. ഇത് കണ്ടില്ലേ? റബ്ബർ താഴെയായിരുന്നു നമ്മള് കണ്ടത്. ഇത് അടുത്ത ടൗണിലോട്ട് എത്തിയപ്പോ ഇടക്കിടക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ടൗണുകളുണ്ട് അല്ലേ? അകളിലോട്ട് അടുത്തോട്ട്, ആനക്കട്ടി ഇടത്തോട്ട്, നമുക്ക് ജല്ലിപ്പാറ വലത്തോട്ട് പോണം. ഇതിപ്പോ ഏതാ സ്ഥലം? കൽക്കണ്ടി അല്ലേ? ഇനി നമുക്ക് ഇവിടുന്ന് 8 കിലോമീറ്റർ കൂടി പോണം. റൂമുകളൊക്കെ ഉണ്ടായിരുന്നില്ല ഇവിടെ? ഇതിലൊക്കെ ഇഷ്ടം. അതിന് നമ്മക്ക് അറിയില്ലല്ലോ. ഇതിലിഷ്ടം പോലെ റൂമുകളുണ്ട്. വേറെ കാര്യണ്ട്, നമ്മള് ചുരം കേറി വരുമ്പോ രാത്രിക്കൊക്കെ അങ്ങനെ വരുന്ന കുറച്ച് ഡേഞ്ചർ അല്ലേ? ഇന്നലെ നമ്മള് 1 മണിയൊക്കെ ആയി. 1 മണി 1:30 ആയി നമ്മൾ എത്തിയപ്പോ. കൃഷിയൊക്കെ അതെ, വാഴത്തോട്ടം, വാഴക്കൃഷി. നമ്മള് ആദ്യത്തെ കൃഷി കണ്ടു. സ്കൂൾ ബസ്സൊക്കെ എല്ലായിടത്തും എത്തി. കുട്ടികളൊക്കെ കൂട്ടി പോകാൻ തുടങ്ങി. സ്കൂൾ ബസ്സുകളൊക്കെ തിരക്ക് പിടിച്ച് ജഗപുകയായിട്ട് പോകണ്ടല്ലേ? 2 മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാലാണ് ഇവിടുന്ന് പോകാൻ ബുദ്ധിമുട്ടില്ലേ? ചെറിയ റോഡായതുകൊണ്ട്. കണ്ടു
കാണിച്ചു കൊടുത്തേ. വെട്ടാനായിട്ടില്ല അല്ലേ? ഉണ്ടോ? തൈമരാണ് തോന്നുന്നുണ്ട്. ഇനിയിപ്പൊ ആദ്യം നമ്മള് ചുരം കയറാൻ തുടങ്ങി പിന്നെയും അല്ലേ തോന്നുന്നു. പിള്ളേര് കയറാല്ലേ? കുഞ്ഞു പിള്ളേര് എനിക്ക് സ്കൂളിൽ പോകാൻ ബസ്സും കാത്ത് നിക്കുന്നേ. പള്ളിയുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ചർച്ച ആയിട്ടും അല്ലാത്ത മുസ്ലിം പള്ളി ആയിട്ടും ഇങ്ങോട്ട് എത്തിയപ്പോ ഇഷ്ടം പോലെ വീടുകൾ അല്ലേ? ഇഷ്ടം പോലെ വീടുകളുണ്ടല്ലോ. എല്ലാ സൈഡിലൊക്കെ കാണിച്ചിട്ട് കാണിക്കാൻ പറ്റില്ല. പള്ളിയുണ്ട്, സ്കൂളാ തോന്നുന്നുണ്ട്. അകളി, ജെല്ലിപ്പാറ, ചിന്നപ്പറമ്പ്. നമുക്ക് ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞു പോണം. ഇതൊക്കെ എവിടത്തെ സ്ഥലം? എവിടെയാന്നൊരു പിടുത്തവും ഇല്ല. കള്ളമല. പാട്ടും പാടി വരികയാണോ വണ്ടിമേ? വീടും സ്ഥലവും വിൽപ്പനയ്ക്ക്. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടോ ഇവിടെ അട്ടപ്പാടി. വെയില് വന്നോ. സ്കൂൾ ബസ് ചെറിപ്പാഞ്ഞു വരുന്നു ഗൈസ്. വണ്ടി ബൈക്കൊക്കെ ഇഷ്ടം പോലെ അവിടുന്ന് ഇവിടുന്നൊക്കെ വരും. ഈ ജെല്ലിപ്പാറ എന്നൊക്കെ അവര് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. വാഴത്തോട്ടം ഇതേട്ടോ ഇഷ്ടംപോലെ വാഴത്തോട്ടം ഉണ്ട്, കവുങ്ങും തോട്ടം ഉണ്ട്. വാഴയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ പൊലിച്ചെടുക്കണ്. നല്ല കായം പിടിക്കണ്ടല്ലോ. നല്ല കൃഷിക്ക് പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ. അതൊക്കെ അടുത്തടുത്താണ് വെച്ച് പിടിപ്പിച്ചത്. അകലത്തിലല്ല അല്ലേ? കാറ്റ് പിടിക്കാതിരിക്കാനാ എന്താണാവോ? അതൊക്കെ ഈ കയറ് വെച്ച് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട് ഈ കൊലക്കുന്ന വാഴയൊക്കെ. അത് താഴെ കാപ്പി, കവുങ്ങ് ഇങ്ങനത്തെ ഒക്കെ തുടങ്ങി. അടി തുടങ്ങി. നമ്മളെ കിച്ചുമച്ചാൻ അവിടെ അടി തുടങ്ങി. ഗുണ്ടായിസാണ് അവിടെ, ഗുണ്ടായിസം. കുരുമുളക്, കവുങ്ങ്. ആ മരത്തിന്റെ എന്താ പറയല്? അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. 30 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് വണ്ടി ഇവിടുന്ന് പായിക്കാൻ പറ്റുള്ളൂ. ഇവിടെ വാഴത്തോട്ടം ഉണ്ട് ഇവിടെ താഴെ. അല്ല അടിപൊളിയായിട്ട് ഉണ്ടാവുണ്ടല്ലോ അല്ലേ? കൊറേ കൊല വെട്ടിപ്പോയി. അകളി നേരെ, ജെല്ലിപ്പാറ നേരെ, ഓടപ്പെട്ടി നേരെ. സംഭവം അടിപൊളിയാണല്ലോ അല്ലേ? ഞാൻ ഈ സംഭവം ഈ അട്ടപ്പാടി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെയൊന്നും അല്ല എന്റെ മനസ്സിൽ. കാട് പിടിച്ച് ആകെ കാടും പിടിച്ച് അങ്ങോട്ട് പോകാൻ പറ്റാത്ത കോലത്തിലാണെന്ന് ഞാൻ വിചാരിച്ചത്. ഇത്ര വീടുകളും ഇത്ര സെറ്റപ്പാന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എത്രയോ വീടുകൾ ഉണ്ടല്ലേ ഇതിലൊക്കെ. ഇനി ഒരു 3 കിലോമീറ്ററും കൂടി ലാസ്റ്റ് നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തും. എപ്പോഴും ബസ്സുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ? നമ്മൾ ഈ സ്ഥലം മിക്കവാറും കച്ചവടം സാധ്യത ഉണ്ടോണ്ട് അല്ലേ? അതിലൊക്കെ വീടുകൾ വയ്ക്ക്, എല്ലാ വീടുകള്. നമ്മളിപ്പോ ഒരു ഗ്രാമത്തിലോട്ട് അല്ലെ, ഗ്രാമത്തിൽ കൂടെ ഇങ്ങനെ പോണ ഫീല്. ഒരു ഗ്രാമപ്രദേശത്ത് കൂടെ ഇങ്ങനെ പോണ ഫീലാണ്. ഇപ്പൊ നല്ലൊരു പള്ളി ഇതെവിടെ, നല്ല പള്ളിയിലെ. ഇത് നല്ലൊരു കശുമാവിന്റെ തോട്ടം അല്ലേ? നല്ല രസമുണ്ട് കാണാൻ. കശുമാവ്. മുണ്ടൻപാറ നേരെ, അകളി ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാ കണ്ടിയോ? നമുക്ക് ഇങ്ങോട്ട് വലത്തോട്ടാണ് പോകേണ്ടത്. കപ്പ കൃഷി കണ്ടോ? എല്ലാ സംഗതി ഉണ്ടല്ലേ? സ്കൂൾ അവിടെ. പള്ളിയാണ്.
ഇറച്ചി മീനൊക്കെ ഉണ്ട് അല്ലേ വണ്ടിക്കകത്ത് കൊടുക്കണ. ഇതെവിടെ സ്ഥലം? എവിടെയാവോ? ജെല്ലിപ്പാറ. നമ്മളെത്താനായോ? കഴിഞ്ഞാണ് ജെല്ലിപ്പാറ ടൗണ്. ഞങ്ങൾക്ക് അറിയലായിരുന്നു. ജെല്ലിപ്പാറ ടൗൺ ആയിരുന്നു. അപ്പൊ നമ്മളിപ്പോ എന്താ പറയാ ഇവിടെ ഒരു വീടും സ്ഥലം കൊടുക്കാനുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വന്നാണ്. ഇപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു 800 മീറ്റർ 850 മീറ്ററും കൂടിയുള്ള നമ്മളെ ആ ഒരു സ്ഥലത്തോട്ടുള്ള ദൂരം. അപ്പൊ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതെ, നമ്മളറിയാതെ അങ്ങനെ ഇരുന്നു പോയി. അത് ജെല്ലിപ്പാറ ടൗൺ നമുക്ക് അറിയൂലേ. അങ്ങ് മേലാണ്ട് കൃഷി നടത്തുന്നുണ്ട് അല്ലേ? ഉണ്ട്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അല്ലേ? ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ബൈ 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 ബൈ.